രാജാക്കാട് NR-സിറ്റിയിലെ സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് തെരുവുനായയുടെ കടിയേറ്റു. രാജാക്കാട് സ്വദേശിനിയായ 2ാം ക്ലാസ്സുകാരിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. ചോറുണ്ണാനായി കൈകഴുകാൻ പോയപ്പോൾ പാഞ്ഞെത്തിയ നായ ഇടത് കൈയുടെ മുട്ടുഭാഗത്തായി കടിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറയുന്നു. രാജാക്കാട് NR-സിറ്റിയിലെ സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് തെരുവുനായയുടെ കടിയേറ്റു. രാജാക്കാട് സ്വദേശിനിയായ 2ാം ക്ലാസ്സുകാരിക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയായിരുന്നു സംഭവം. ചോറുണ്ണാനായി കൈകഴുകാൻ പോയപ്പോൾ പാഞ്ഞെത്തിയ നായ ഇടത് കൈയുടെ മുട്ടുഭാഗത്തായി കടിക്കുകയായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞു. നായയുടെ കടിയേറ്റ കുട്ടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സ്കൂളിലെ വരാന്തയിലും പരിസരത്തും തെരുവുനായ്ക്കൾ കിടക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതരെയും രാജാക്കാട് പഞ്ചായത്തിനെയും അറിയിച്ചിരുന്നുവെന്നും കുട്ടിയുടെ മാതാവ് പറയുന്നു. കൊച്ചുച്ചയ്ക്ക് സ്കൂളിൽ വെച്ച് കൈ കഴുകാൻ പോയപ്പോൾ കൊച്ചിൻ്റെ കയ്യിലേക്ക് പട്ടി ചാടി കയറി കടിക്കുമായിരുന്നു. അപ്പോൾ പലതവണ ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിനാണെങ്കിൽ ഇവിടുത്തെ പഞ്ചായത്തോ ഇവിടുത്തെ മറ്റധികൃതരോ ആരും ഇതിൽ ഇടപെടുന്നില്ല. ഇനിയൊരു കൊച്ചിന് ഇങ്ങനെയൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. പലതവണയായി പിള്ളേരെയൊക്കെ പട്ടി ഓടിക്കുന്നു. കഴിഞ്ഞാണ് സ്കൂളിലെ ജീവനക്കാരെ പട്ടി പുറകിൽ നിന്ന് വന്ന് കടിക്കുകയുണ്ടായി. പക്ഷെ പഞ്ചായത്തിൽ പറയുമ്പോൾ പഞ്ചായത്തുകാർ പറയുന്നത് ഞങ്ങൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്, നിങ്ങളെന്തെങ്കിലും ചെയ്തോന്നാണ് പറയുന്നത്. സ്കൂളിലെത്തുന്ന കുട്ടികൾക്ക് സംരക്ഷണവും കരുതലും നൽകേണ്ട സ്കൂൾ അധികൃതർ ശ്രദ്ധ ചെലുത്താതിരുന്നാൽ എന്ത് വിശ്വസിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമെന്ന ചോദ്യമാണ് ഉയരുന്നത്. സ്കൂളിന്റെ കവാടം ഏത് സമയത്തും തുറന്നു കിടക്കുന്ന ഇടമായതിനാൽ നായ്ക്കൂട്ടങ്ങൾക്ക് സ്കൂളിനുള്ളിൽ എത്താൻ കഴിയും. രാജാക്കാട് ടൗണിലും സമീപയിടങ്ങളിലും തെരുവ് നായ്ക്കളുടെ ശല്യം വർദ്ധിക്കുമ്പോഴും രാജാക്കാട് പഞ്ചായത്ത് അധികൃതർക്ക് കണ്ടമട്ടില്ലെന്നും ഈ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചിട്ടും എന്ത് ചെയ്യാനാണെന്ന മറുപടിയാണെന്നും നാട്ടുകാർ പറയുന്നു. അധികൃതരുടെ ശ്രദ്ധയില്ലായ്മയിൽ ഇനിയും എത്ര കുഞ്ഞുങ്ങൾക്ക് തെരുവുനായയുടെ ആക്രമണം നേരിടേണ്ടി വരും? ന്യൂസ് ബ്യൂറോ, രാജകുമാരി.